ഭഗവത്ഗീതയുടെ പ്രസക്തി ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. ഭാരതത്തിൽ നമ്മുടെ പൈതൃകം തന്നെ ജ്ഞാനം, കർമ്മം, ഭക്തി ഇതിലും മൂന്നിലും അന്തർലീനമാണ്. ലോക ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും ഭഗവത്ഗീത മനസ്സിനെ നിയന്ത്രിക്കാനും നയിക്കാനും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ US എന്നൊരു ആർട്ടിക്കിൾ തന്നെ വരികയുണ്ടായി. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് ഇൻ US. ഗീത ഈസ് ബിക്കമിങ് one of the best tool dharma based management in the personal life and also business life. 10 മെസ്സേജസ് ഭഗവത്ഗീതയിൽ ഏതാണ്ട് ഒരു 3-4-5 മിനിറ്റ് കൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും. ആകെ 100 മെസ്സേജ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെയും ഇപ്രകാരം ഓരോ മെസ്സേജ് കൊടുക്കുന്നതിനും ഒരു ലക്ഷ്യമുള്ളത് അറിവുണ്ടാക്കുക, പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശക്തി ഉണ്ടാക്കുക. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് അറിവുണ്ടാക്കൽ ഏറ്റവും ആവശ്യമാണ്. ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും 10 സന്ദേശം വിവരിക്കാം. നിർബന്ധമായും നിങ്ങളിത് പഠിക്കണം. ഒന്നാമത്തേത് 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വരിയിൽ ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കഴിയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും those events and incidents which has become the past, which are going to become the past, we need not worry too much about it. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കഴിയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പരിധിക്കപ്പുറം നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. വിഷമിച്ചാലും പ്രയോജനമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ വിഷമിക്കാറില്ല. ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വരിയാണ്. മരണം എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡേറ്റ് ഓഫ് ഡെത്ത്. സോ വി നീഡ് നോട്ട് ടു മച്ച് വറി അബൌട്ട് ദ ഡെത്ത് ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത്. അടുത്തത് 2-ാം അധ്യായത്തിലെ 14-ാമത്തെ വരി. ആഗമാപായിനോ അനിത്യ താം തിതിക്ഷസ്വ ഭാരത. മെനി തിങ്സ് വിൽ കം. പലതും വരും. അതെല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകും. അതിനെയെല്ലാം അഭിമുഖീകരിക്കാൻ പഠിക്കൂ. ആഗമാപായിനോ അനിത്യ. വരുന്നത്, ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഒന്നും തന്നെ പെർമനന്റ് അല്ല. എല്ലാം ടെമ്പററിയാണ്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ടെമ്പററി. നത്തിങ് ഈസ് പെർമനന്റ്. So never too much worry about the events which is coming and which you are facing. വരുന്നതിനെ കുറിച്ച് പരിധിക്കപ്പുറം വേവലാതിപ്പെടാതെ അതിനെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കാൻ പഠിക്കുക. 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വരി. സമദുഃഖ സുഖം ധീരം. സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും എല്ലാം ജീവിതത്തിൽ ഉണ്ട്. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് അനുഭവിച്ചറിയാൻ പഠിക്കുക. അപ്സ് ആൻഡ് ഡൗൺസ്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, അപ്രീസിയേഷൻ ആൻഡ് ഡെനിഗ്രേഷൻ, ദീസ് ആർ ഓൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സക്സസ് ആൻഡ് ഫെയിലിയർ, ദീസ് ആർ ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്. ലേൺ ടു ഫേസ് ദം. അതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. 2-ാം അധ്യായത്തിലെ 27 സെക്കൻഡ് ചാപ്റ്റർ 27th ലൈൻ. If you have got date of birth, inevitably date of death is there. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, മരണമുണ്ടെങ്കിൽ പുനർജനനമുണ്ട്. Modern science has proved beyond a doubt that rebirth is there. ബ്രയൻ എൽ വൈസ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ തെളിയിച്ചതുപോലെ ജീവിതത്തിൽ മരണമുണ്ടെങ്കിൽ ആ ആത്മാവ് പുനർജനിക്കുന്നുണ്ട്. അപ്പൊ ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. If date of birth is there, inevitably date of death is there. If date of death is there, inevitably date of birth, rebirth is also there. Swadharmam apichaviksha navikampitum arhati.
സെക്കൻഡ് ചാപ്റ്റർ 31, രണ്ടാം അധ്യായത്തിലെ 31-ാമത്തെ വരി. അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക, സ്വധർമ്മം അപി ച അപേക്ഷ ന വികമ്പിതുമഹതി. അമ്മയുടെ ധർമ്മം, അച്ഛൻ അച്ഛന്റെ ധർമ്മം, മകൻ മകന്റെ ധർമ്മം, മകൾ മകളുടെ ധർമ്മം, പൗരൻ പൗരധർമ്മം, രാജാവ് രാജാവിന്റെ ധർമ്മം, അധ്യാപകൻ അധ്യാപക ധർമ്മം, ആചാര്യധർമ്മം അനുഷ്ഠിക്കുക. യു ഡു യുവർ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. പെർഫോം യുവർ ധർമ്മ about which you need not too much worry about anything. So perform your dharma. അവനവന്റെ ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തുക. അടുത്ത രണ്ടാം അധ്യായത്തിലെ 34-ാമത്തെ വരി, സെക്കൻഡ് ചാപ്റ്റർ 34. സംഭാവിതസ്യ ചാകീർത്തിർ മരണാദ് അതിരിച്യത്തെ. ഫോർ എ റെപ്യൂട്ടഡ് മാൻ, അഭിമാനമുള്ള വ്യക്തിക്ക് അവഹേളനം നേരിടുക എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഭീകരമാണ്. ആത്മാഭിമാനമുള്ള വ്യക്തികൾക്ക് അവഹേളിക്കപ്പെടുന്നതും കരിവാരി തേക്കപ്പെടുന്നതും അവരെ കളിയാക്കുന്നതും സമൂഹം ചെയ്യുന്നു എങ്കിൽ അത് അവർക്ക് മരണത്തെക്കാൾ ഭയാനകമാണ്. നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുക്കിം. രണ്ടാം അധ്യായത്തിലെ 36-ാമത്തെ വരി. നീ വീരനാണ്, ശൂരനാണ്, ധീരനാണ്, നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നവനാണ്. പക്ഷേ അതെല്ലാമായ നീ ചില കാര്യത്തിൽ പിന്മാറിയാൽ, നിന്റെ ധർമ്മം ചെയ്യാതിരുന്നാൽ ലോകം നിന്നെ അവഹേളിക്കും. അതിനേക്കാൾ ദുഃഖിതരമായിട്ട് എന്താ ഉള്ളത്? യു മേ ബി ബോൾഡ്, യു മേ ബി കറേജിയസ്, യു മേ ബി having self-respect, and you may be having all the qualities, but suppose you are withdrawing from your dharma in some incident, in some cases, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ന്യായം പറഞ്ഞ് പിന്മാറുകയാണെങ്കിൽ സമൂഹം നിങ്ങളെ അവഹേളിക്കും. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയുകയും ചീത്ത ചെയ്യുമ്പോൾ ചീത്ത പറയുകയും ചെയ്യുന്ന ആ വിപരീത അനുഭവങ്ങളെക്കാൾ ദുഃഖകരമായിട്ട് ജീവിതത്തിൽ എന്താണുള്ളത്? ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭുക്ഷ്യതേ മഹീം. രണ്ടാം അധ്യായത്തിലെ 37-ാമത്തെ വരി. ഡു യുവർ ഡ്യൂട്ടി വെദർ യു ആർ സക്സസ്ഫുൾ ഓർ ഫെയില്യുവർ, ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ധർമ്മം നിറവേറ്റുക. അത് വിജയമാണോ പരാജയമാണോ, അതിന്റെ റിസൾട്ട് കിട്ടുമോ കിട്ടില്ലയോ, പരിധിക്കപ്പുറം ആലോചിക്കേണ്ട. നീ നിന്റെ കർത്തവ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും. അപ്പോൾ അഭിമാനിക്കുക, ഞാൻ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തു എന്ന് അഭിമാനിക്കുക. വിജയിച്ചു എന്ന് വരും. ആ വിജയത്തിന്റെ ആഹ്ലാദവും സന്തോഷവും അനുഭവിച്ചറിയുക. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം. ഇഫ് യു ആർ എ ഫെയില്യുവർ, ബി ബോൾഡ് ഇനഫ് ടു സേ ദാറ്റ് ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി ഈവൻ ദോ ഐ ഫെയിൽഡ്. ജിത്വാ വാ ഭുക്ഷ്യതേ മഹീം. ഇഫ് യു ആർ സക്സസ്ഫുൾ, എൻജോയ് ദ റിസൾട്ട് ആൻഡ് റിവാർഡ് ഓഫ് ദി സക്സസ്. സുഖദുഃഖേ സമീകൃത്വാ ലാഭാലാഭോ ജയാജയൗ. രണ്ടാം അധ്യായത്തിലെ 38-ാമത്തെ വരി. സുഖവും ദുഃഖവും ഒരേപോലെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. ലാഭവും നഷ്ടവും ഒരേപോലെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. ജയവും പരാജയവും ഒരേപോലെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. ലേൺ ടു ഫേസ് both the happiness and sorrow. Learn to face with a stabilized mind the profit and the loss in the life. Learn to experience both the profit and loss, success and failure, ups and downs with the same stabilized mind.